നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജനുവരി മാസം 2ാം വാരത്തിലെ ഫലമാണ് പറയുന്നത്. ഈ ആഴ്ച പൊതുവെ എല്ലാ നക്ഷത്രക്കാർക്കും കുറച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു ആഴ്ചയായിട്ടാണ് പറയുന്നത്. കാരണം ജനുവരി പുതിയ വർഷം തുടങ്ങിൻ്റെ 2ാം വാരമാണ്. 2ാം വാരത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനുള്ളൊരു സാധ്യത പൊതുവെ എല്ലാവർക്കും ഗുണദോഷമായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽപാദവും ചേർന്ന നക്ഷത്രമാണ് മേടക്കൂറ് വരുന്നത്. ഇതിൽ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല ആഴ്ചയായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഫേസ് ചെയ്ത പലതരത്തിലുള്ള ദുഃഖങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും എല്ലാത്തിനൊക്കെ ഒരു പരിഹാരം വരുന്ന ഒരു ഒരാഴ്ചയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അത് ആഴ്ചയുടെ ആദ്യ വാരത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ സങ്കടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ക്ലേശങ്ങൾ ഒക്കെ ഒരു പകുതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കകം തന്നെ മാറി നമുക്കൊരു നല്ല നിലയിലേക്ക് എത്തുന്ന ഒരു ആഴ്ച കൂടിയാണ്. കാർത്തികയ്ക്കും മോശപ്പെട്ട ഒരു പീരീഡ് അല്ല. പക്ഷേ എങ്കിലും ജനറലായി പറയുമ്പോൾ മധ്യവയസ്കിന് ശേഷമുള്ള പലർക്കും പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ, അതായത് ആരോഗ്യപരമായിട്ടുണ്ടാകാവുന്ന ചുറ്റുമുള്ള ആൾക്കാർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വരികയും അതോടൊപ്പം തന്നെ അത് മാനസികമായി വരികയും ചെയ്യുന്നതിൽ കൊണ്ടുള്ള പലതരങ്ങളിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും പൊതുവെ ഒരു മെച്ചപ്പെട്ട കാഴ്ചയായിട്ട് തന്നെ വേണം പറയാനായിട്ട് നമുക്ക്. പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായാലും എല്ലാം വളരെ ഒരു നല്ല തുടക്കമാണ് ആഴ്ചയുടെ ആദ്യം തന്നെ വരുന്നത്. ആ ആഴ്ചയിൽ തന്നെ ജോലി കിട്ടാനും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ജോലി വരികയും ഇപ്പോൾ വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാവുകയും അതേപോലെ തന്നെ പുറത്തുനിന്നും ബിസിനസ് കൊണ്ടുവന്ന് രാജ്യത്തിന് വെളിയിൽ നിന്നും പലതരത്തിലുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനും പുതിയ അസോസിയേഷൻസ് വരാനും അതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാധിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ജനറലായിട്ട് മേടരാശിക്കാർക്ക് രോഗദുരിതമാണ് പറയുന്നത്. ഈ ചുറ്റുമുള്ള പ്രകൃതിയിലുണ്ടാകാവുന്ന മാറ്റങ്ങൾ ബേസ് ചെയ്തിട്ട് അലർജി വരിക അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിന് വേണ്ടുന്ന യഥാവിധി പ്രിക്കോഷൻസ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അതിലൂടെ നല്ലത് ഇതിനായിട്ട് നമ്മൾ മനസ്സിനെ ശക്തമാക്കുക എന്നാണ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള മെഡിറ്റേഷൻസുകൾ ചെയ്ത് ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടുക, രോഗം വരാതിരിക്കാനുള്ള മുൻകൈ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇടവക്കൂറ് കാർത്തിക മുക്കാപാദവും രോഹിണി മകീരം അരപ്പാദവും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച കുറച്ച് ശുഭാശുഭങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ആഴ്ച കൂടിയാണ്. അത് ശുഭമായിട്ടുള്ള പല കാര്യങ്ങളും മംഗളകാര്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ വ്യാപാരം ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സാധിക്കുക, ഒരു ബിസിനസ് ഉള്ളവർക്ക് അത് 2ആക്കാൻ പറ്റുക, അങ്ങനെയുള്ള കുറച്ച് ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ അതുമൂലം കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും അവിടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മകീരം നക്ഷത്രക്കാർക്ക് പ്രൊഫഷണലുകളായിട്ടുള്ള നല്ല ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് പുതിയ കോഴ്സിലേക്ക് പോകാനും അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് നല്ല ജോലി ലഭിക്കുകയും അതിലൂടെ ഒരു സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. പക്ഷേ രോഹിണി നക്ഷത്രക്കാരായുള്ള വിവാഹിതരായ ദമ്പതികൾക്ക് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് വഴക്കുകൾ ഉണ്ടാവുകയും ചിലപ്പോൾ അത് സെപ്പറേഷനിലേക്ക് എത്താനും ചെയ്യുന്ന ഒരു കാലമാണ്. അതാണ് ഒരു അശുഭമായ കാര്യങ്ങൾ, അമംഗളമായ കാര്യങ്ങൾ നടക്കുക. പിന്നെ അതേപോലെ തന്നെ കുടുംബത്തിലുള്ള പ്രായമായ ആൾക്കാരുടെ ദേഹവിയോഗം ചിലപ്പോൾ നമുക്കൊരു സങ്കടമുണ്ടാക്കാവുന്ന ഒരു കാര്യം ഇത് കാണുകയാണ്. അപ്പം അതിന് നമുക്ക് മനസ്സിന് ധൈര്യം കിട്ടാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മൾ ദൈവത്തിൽ ഈശ്വര വിശ്വാസത്തോടെ ഈശ്വരനെ നന്നായിട്ട് ഭജിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് മനസ്സിന് ധൈര്യം വച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. മിഥുനക്കൂറ് മകീരം തിരുവാതിര പുണർതം മുക്കാപാദവും ചേർന്നതാണ് മിഥുനക്കൂറ്.
മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. അത് ദോഷം കുറവാണ്, ഗുണങ്ങളുണ്ട്, ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷേ ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചെറിയ രീതിയിലുള്ള സങ്കടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുണർദത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് സങ്കടകരമായ കാര്യമാണ്. അവർ അറ്റൻഡ് ചെയ്യുന്ന ചിലപ്പോൾ മത്സര പരീക്ഷകളാണെങ്കിലും അല്ലെങ്കിൽ മത്സരങ്ങളാണെങ്കിലും ഇൻ്റർവ്യൂസിന് പോവുകയാണെങ്കിൽ അതിലേക്ക് പരാജയപ്പെടാനൊരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ അവർ സങ്കടപ്പെടാതെ മുന്നോട്ടുള്ള തങ്ങൾക്ക് പോകാനുള്ള അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചു പോകേണ്ടതാണ്. മകീരത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളാണ്. അവർ കൊടുക്കുന്ന ചില കമ്മിറ്റ്മെൻറ്റ്സുകൾ, അവരുടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ സംസാര രീതി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുകയും അത് അവർ തിരിച്ച് ചൂടാവുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുകയും അവരുടെ ബന്ധങ്ങൾ വഷളാകുന്ന ഒരു സമയം കൂടി ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് സമചിത്തതയോടെ പെരുമാറി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മിഥുനക്കൂറുകാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ കുട്ടികളായിട്ടുള്ള നക്ഷത്രക്കാർ, മകീരത്തിലും തിരുവാതിരയിലും പുണർദത്തിലുമുള്ള കുട്ടികളുടെ ആണ് സൂക്ഷിക്കേണ്ടത്. അവർക്ക് അപകടങ്ങൾ ഉണ്ടാവുക, അതായത് കളിക്കുമ്പോഴൊക്കെ ഓടി നടക്കുമ്പോഴൊക്കെ വീണ് മുറിവുകൾ ഉണ്ടാവുക, ആ മുറിവ് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കാലം കൂടിയാണ് മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച. പക്ഷേ എന്നിരുന്നാലും അതിനൊക്കെ വേണ്ട ചികിത്സകളും അല്ലെങ്കിൽ അതിന് വേണ്ട കെയറുകളും കൊടുത്ത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് അതിനെ മാറ്റിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കർക്കിടക്കൂറ് പുണർദം ആദ്യ പാദവും പൂയവും അയിലവും ചേർന്ന നക്ഷത്രമാണ് കർക്കിടക്കൂറി വരുന്നത്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയുന്നത്. അതിൽ നമുക്ക് പൂയം നക്ഷത്രക്കാർക്കാണ് കുറച്ച് ദോഷാവസ്ഥ പറയുന്നത്. അത് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ വരിക, അപകടങ്ങളിൽ ചെന്ന് ചാടുക, മണ്ടത്തരം കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വരിക, പിന്നെ അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായി അനാവശ്യമായ കാര്യങ്ങളിൽ തർക്കിച്ച് വഴക്കുണ്ടാക്കി ബന്ധം വഷളാക്കുന്ന ഒരു ഇതാണ് പറയുന്നത്. കർക്കിടക്കൂറിലെ ആയില്യം നക്ഷത്രക്കാർക്ക് കുറച്ച് സമാധാനവും അല്ലെങ്കിൽ പുതിയ സന്തോഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ്. അവർക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോകാനുള്ള, അതുവരെ ഉണ്ടായിരുന്ന പല കഷ്ടനഷ്ടങ്ങളും മാറുകയും അതിൽ നിന്ന് മുന്നോട്ട് മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് എത്താനുള്ള സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇത്. ഇതിൽ പുണർദത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് അവർക്ക് പലതരത്തിലുള്ള രോഗപീഠകൾ വരിക, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചഞ്ചലതകൾ കൊണ്ടുണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ. അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ അവരെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചോ നമുക്കൊരു മനോവിഷമമുണ്ടായി, ആ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള ഒരു അസ്വസ്ഥത എന്നാണ് പറയേണ്ടത്. അവർ ശരിക്കും നല്ല രീതിയിലുള്ള ഈശ്വരഭജനത്തോടെ അല്ലെങ്കിൽ മനസ്സിനെ ശാന്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. പൊതുവേ കർക്കിടകക്കൂറുകാർക്ക് ഗുണം ഉണ്ടെങ്കിലും ദോഷാവസ്ഥയും കൂടെ നമ്മൾ പറയുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ വരിക, അതുമൂലം ഉണ്ടാകാവുന്ന വഴക്കുകൾ ഉണ്ടാവുക, നിയമപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളിൽ പെടുക. പക്ഷേ എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെങ്കിൽ അത് ഭംഗിയായി വരുന്നതാണ്. അതേപോലെ തന്നെ ആയില്യം നക്ഷത്രത്തിലുള്ള ദമ്പതികൾക്ക് കുറച്ച് പ്രശ്നമുള്ള ആഴ്ച ആയിട്ടാണ് പറയുന്നത്. അതായത് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരിക, അവർ പറയുന്ന വാക്കുകൾ തമ്മിൽ തർക്കിക്കുക, അങ്ങനെ കുടുംബത്തിനകത്തൊരു സമാധാനക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആഴ്ചയുടെ ആദ്യമുണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആഴ്ച അവസാനത്തോടു കൂടി മാറി നമുക്കൊരു സമാധാനത്തിലേക്ക് എത്തുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഈശ്വര ഭജനങ്ങളായിട്ടായാലും അതിനുള്ള പരിഹാരങ്ങളായാലും നമ്മൾ വാക്കുകൊണ്ടായാലും മറ്റുള്ള രീതികളിലായാലും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽപാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ഒരു കാലമായിട്ടാണ് പറയുന്നത്. ശുഭാശുഭങ്ങളുടെ കഴിഞ്ഞ ആഴ്ചകളിൽ നേരിട്ട പല പ്രശ്നങ്ങളും മാറി അവർക്കൊരു പുതിയ നേട്ടത്തിലേക്ക് പോകാനുള്ളൊരു കാലമുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ട്രേഡിങ്സ് ഉണ്ടാവുകയും അതിൽ നിന്ന് വളരെയധികമുള്ള ലാഭം വരികയും ചെയ്യുന്നൊരു കാലമാണ്.
ആ ലാഭം കിട്ടുന്നത് പൈസ അല്ലെങ്കിൽ സാമ്പത്തികപരമായി അനാവശ്യമായി ചിലവാക്കാതെ അല്ലെങ്കിൽ നല്ല രീതികളിൽ അത് കെയർഫുള്ളായി വിനിയോഗിച്ച് ചെയ്യേണ്ടതാണ്. അവിടെ അവർക്ക് പലതരത്തിലുള്ള ഭ്രമങ്ങൾ വരികയും ആ ഭ്രമങ്ങൾ കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ വലിയ നഷ്ടത്തിൽ പോകാനുള്ള ഒരു സാധ്യതയും ഈ ആഴ്ചയിൽ ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്കത് നല്ല രീതിയിൽ പോകാവുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരാനുള്ള, ശാരീരിക അസ്വസ്ഥതകൾ വരാനുള്ള ഒരു കാലമാണ്. അതായത് പ്രകൃതിയിലുണ്ടാകാവുന്ന മാറ്റങ്ങളെ കൊണ്ട് നമുക്ക് വരുന്ന പലതരത്തിലുള്ള അസുഖാദികൾ ഉണ്ടാകും. ആ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുട്ടികളായിട്ടുള്ളവർ അവരുടെ വിദ്യാകാര്യങ്ങളിൽ അലസനാവുകയും കൂടുതൽ സമയം ഉറക്കത്തിൽ ചിലവാക്കുകയും ആ ഉറക്കം കൊണ്ട് അവർക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വരികയും അതുകൊണ്ട് പഠനത്തിൽ അല്ലെങ്കിൽ വിദ്യാകാര്യങ്ങളിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാക്കാം. പക്ഷെ അതിന് നന്നായിട്ട് മുതിർന്ന ആൾക്കാർ കുട്ടികളെ നല്ലപോലെ പറഞ്ഞ് അവരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട മാനസിക ധൈര്യം കൊടുത്ത് അവരെ ഈ അലസതയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ദാമ്പത്യ കാര്യങ്ങളിലായാലും ഒരു ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കങ്ങൾ വലിയ കലഹത്തിലേക്ക് കൊണ്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സന്തോഷമാണ് അവരുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കാനും അതിലേക്കൊരു കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ മുതിർന്ന ആൾക്കാരാണ്. വീണ്ടും അവർക്ക് അവരുടെയും ഈ ആരോഗ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരികയും ആ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സാമ്പത്തികപരമായി ക്ലേശം വരിക, ആശുപത്രിവാസം വരിക, അതുമൂലം ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. മകം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ഒരു കാലമാണ്. അത് അവർക്ക് വിവാഹം നോക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് വിവാഹം വരികയും നല്ല ബന്ധങ്ങൾ, നല്ല പങ്കാളി വരികയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. ഉത്രത്തിൻ്റെ ആദ്യപാദത്തിലുള്ള ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കണം. അവർക്ക് അപകടം പറയുന്നുണ്ട്. അതായത് വീഴ്ചകൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് പലതും കാണാതെ വരികയും അതുമൂലം ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുമ്പോൾ അത് യാതൊരു കുഴപ്പവും വരുന്നതല്ല. കന്നിക്കൂറ് ഉത്രം മുക്കാപാദവും അത്തവും ചിത്തിരയുടെ അരപ്പാദവും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമാണ്. പലതരത്തിലുള്ള കഴിഞ്ഞ ആഴ്ചകളിൽ നേരിട്ട പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പല വഴികൾ തരികയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അത് ബിസിനസ്സിൽ മീഡിയേഷൻ, അതായത് ബ്രോക്കർമാരെ പോലെയുള്ള 2 പേരെ ചേർക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ മെച്ചമുണ്ടാകുന്നത്. അവർക്ക് നല്ല രീതിയിലുള്ള ബിസിനസ്സുകൾ നടക്കുകയും അതിലൂടെ വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഒരു ആഴ്ചയായിട്ട് വേണം പറയാനായിട്ട്. പലതരത്തിലുള്ള പുതിയ ഓർഡറുകൾ വരിക, നല്ല ബിസിനസ്സുകൾ ലഭിക്കുക, അതുമൂലം ധാരാളം സാമ്പത്തിക ലാഭം ഉണ്ടാവുക. പക്ഷേ ഇതിൽ ജോലിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ക്ലേശമായിരിക്കും. അവരുടെ മാനേജർമാർ അല്ലെങ്കിൽ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ധാരാളം വഴക്ക് കേൾക്കേണ്ടി വരിക, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്ഷൻ കുറയുക. അശ്രദ്ധ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ അവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. ഇതിൽ നമ്മൾ വസ്തുവകകൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച പറയുന്നുണ്ട്. അതിലൊക്കെ വളരെ നല്ലപോലെ ശ്രദ്ധിച്ച് ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആയാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളിലും പെടാതെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. തുലാക്കൂറ് ചിത്തിര അരപ്പാദവും ചോതി വിശാഖം മുക്കാപാദവും ചേർന്നതാണ് തുലാക്കൂറ്. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സങ്കടകരമായ ഒരാഴ്ചയാണ്. അതായത് പലതരത്തിലുള്ള തീരുമാനങ്ങൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയും അത് പലരെയും വേദനിപ്പിക്കുകയും അതുമൂലമുണ്ടാകാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും അതിനെയൊക്കെ വളരെ സമചിത്തതയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ നമുക്ക് ആ സങ്കടങ്ങളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സന്തോഷമുള്ള ഒരു ആഴ്ച കൂടിയാണ്.
അവർക്ക് പുതിയ ജോലി കിട്ടുക, അല്ലെങ്കിൽ പഴയ ജോലിയിൽ നിന്നും പ്രമോഷൻ കിട്ടുക, അതിലൂടെ കുറച്ച് സാമ്പത്തികമായിട്ടും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. വിവാഹം നോക്കുന്നവർക്കും മോശപ്പെട്ട ഒരാഴ്ചയല്ല, നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷകൾ തരും. പുതിയ ബന്ധങ്ങൾ വരികയും ആ ബന്ധങ്ങൾ ഉറക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ചോതി നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അത് അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടാകാവുന്ന കാലതാമസം കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെണ്ണുവരും. ഇപ്പോൾ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് അടയ്ക്കാതെ വരികയും അതുകൊണ്ട് ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾ, അതായത് ഫൈൻ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, ഇത് ഗവൺമെൻറ്റുമായിട്ടാണ് ഉണ്ടാകുന്നത്. നികുതിപരമായ കാര്യങ്ങളിൽ ചെന്ന് പെട്ടുകയും അതിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലം ഉണ്ടാവുക. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു പോകണം. പ്രൊഫഷണൽസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല ഒരു കാലമാണ്. അവർക്ക് ധാരാളം വർക്കുകൾ വരികയും അതിൽ നിന്ന് അവരുടെ കർമ്മത്തെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ആൾക്കാരും വളരെയധികം ഭംഗിയായി ശ്രദ്ധിച്ച് അവരുടെ മനസ്സിന് താൻ ചെയ്യുന്ന കർമ്മം തെറ്റില്ല എന്ന് ഉറപ്പിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നല്ല ഒരു ആഴ്ചയായിട്ട് മാറുന്നതാണ്. വൃശ്ചികക്കൂർ വിശാഖം കാൽപാദവും അനിഴം തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂർ. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ട് എങ്കിലും ആഴ്ച ആദ്യത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ അവസാനം ചിലപ്പോൾ നഷ്ടത്തിലോ സങ്കടത്തിലോ കലാശിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ തുടങ്ങുമ്പോൾ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ നല്ല രീതിയിൽ മുതിർന്നവർ പറയുന്ന കേട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അഭിപ്രായം തേടി സംഗതി ചെയ്യുന്നതും ഉത്തമമാണ്. ഇതിൽ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും ദോഷാവസ്ഥ പറയുന്നത്. അവരായിരിക്കും കൂടുതലും മണ്ടത്തരങ്ങൾ കാണിക്കുക, ആരും പറഞ്ഞ് കേൾക്കാതെ വരികയും അതിൽ നിന്ന് സ്വന്തം ഒരു തീരുമാനമെടുത്ത് അത് മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരാഴ്ച ആണ് അത്. വിശാഖത്തിൻ്റെ ആദ്യപാദത്തിലുള്ള കുട്ടികളായിട്ടുള്ള നക്ഷത്രക്കാർക്ക് കുറച്ച് സന്തോഷമുണ്ട്. അവർ പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കാനും അവർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടാനും അതുമൂലം അവരുടെ ഒരു മനഃശക്തി കൂടാനും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതുകൊണ്ട് അവർക്ക് അവരുടെ വിദ്യാകാര്യങ്ങളിൽ കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കാനും മറ്റും സാധിക്കുന്നതാണ്. പക്ഷേ അവരുടെ പേരൻസിന് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാവും. കുട്ടികൾക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ പേരൻസും കുട്ടികളും തമ്മിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും അത് സൂക്ഷിക്കേണ്ടതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ആഴ്ച കുഴപ്പമില്ല, നല്ല ഒരു ആഴ്ചയായിരിക്കും അവർക്ക്. എല്ലാ ആൾക്കാർക്കും, അത് വിദ്യ തേടുന്ന ആൾക്കാർക്കും ജോലി തേടുന്ന ആൾക്കാർക്കായാലും ബിസിനസ്സുകാരായാലും എല്ലാ ആൾക്കാർക്കും കുറച്ചൊരു സന്തോഷം കിട്ടുന്ന പ്രതീക്ഷകൾ വരിക. കാര്യമായ ലാഭമൊന്നും കൈ കിട്ടിയില്ലെങ്കിലും അവർക്ക് പ്രതീക്ഷ, അത് മനസ്സിന് സന്തോഷം വന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ കിട്ടുന്ന ഒരാഴ്ച കൂടിയാണ്. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സുഖകരമായ അവസ്ഥയാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരിക, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, അതിലൂടെ സാമ്പത്തികപരമായി വലിയ ഒരു നേട്ടം വന്നുപെടുക. സാമ്പത്തികപരമായി മാത്രമല്ല, കുടുംബപരമായിട്ടും ജോലിപരമായിട്ടും എല്ലാ തരത്തിലും ഒരു ഉയർച്ചയുടെ തുടക്കമാണ്. അത് രണ്ടാം വാരം, കഴിഞ്ഞ ജനുവരിയുടെ ആദ്യ വാരത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറി അല്ലെങ്കിൽ സങ്കടാവസ്ഥയിൽ നിന്നെല്ലാം മാറി നല്ല ഒരു നേട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ആഴ്ചയാണിത്. പക്ഷേ ഇവർക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ ഇവർക്കും മണ്ടത്തരം പറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട് അവിടെ ധനുരാശിക്ക്. ധനുരാശിയിലെ മുതിർന്ന ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കുക. അവർക്ക് ബന്ധങ്ങൾ കൊണ്ട് കുറച്ച് അകൽച്ചകളുണ്ട്. ബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാവുന്ന അകൽച്ച കൊണ്ട് കുറച്ച് കഷ്ടങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സങ്കടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ദേഹവിയോഗം വീണ്ടും പറയുന്നുണ്ട്. അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടാകാവുന്ന അംഗങ്ങളുടെ നഷ്ടം, അവരുടെ ദേഹവിയോഗം മൂലം ഉണ്ടാകുന്ന സങ്കടങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിന് മനസ്സിന് ശാന്തി വരുത്താനായിട്ടുള്ള യഥാശക്തി
ഈശ്വരചിന്തയോടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കേണ്ടതാണ്. പൊതുവെ ധനുരാശിക്കാർക്ക് ദോഷങ്ങളൊന്നും അധികം ഇല്ലെങ്കിലും വലിയ ഗുണങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ നമ്മളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ മുക്കാൽ പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ ഒരാഴ്ചയാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓഫറുകൾ വരിക, ജോലിക്കാർക്ക് പുതിയ ജോലിയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ തേടിയെത്തുക, വിദേശയാത്ര നടത്തുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഇത് വരിക, പിന്നെ അതുപോലെ തന്നെ ട്രാവൽ മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളം ബിസിനസ് വരിക, അതിലൂടെ അവർക്ക് അവരുടെ ജീവിതം നല്ലപോലെ സന്തോഷപ്പെടുത്താൻ സാധിക്കുക. അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ വീട്ടിലുള്ള തുടക്കം ഇടാൻ പറ്റുന്ന ഒരാഴ്ച കൂടിയാണ് ഇത് മകരരാശിക്കാർക്ക്. മകരരാശിയിലെ തിരുവോണ നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, അതുപോലെ വിവാഹം നടക്കുക, പുതിയ രീതിയിലേക്ക് പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കുക, അതേപോലെ തന്നെ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവുക, കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാവുക, അങ്ങനെയുള്ള നല്ല മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനുള്ള ഒരാഴ്ച കൂടിയാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച. ഇതിൽ അവിട്ട നക്ഷത്രത്തിലുള്ള ആൾക്കാർ അവരുടെ ആരോഗ്യസ്ഥിതി സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ സൂക്ഷിക്കുക. വാക്കുകൾ കൊടുക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അതുമൂലം അവർക്ക് പലതരത്തിലുള്ള ആ വാക്ക് പാലിക്കാൻ പറ്റാതെ വരികയും അതുമൂലമുണ്ടാകുന്ന ബന്ധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും അവിട്ടത്തിൻ്റെ ആദ്യപാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവേ മകരരാശിക്കാർക്ക് ശുഭകരമായ ഒരു കാലമായിട്ടാണ് പറയേണ്ടത്. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ആദ്യപാദവും ചതയവും പൂരിട്ടാതി മുക്കാൽ പാദവും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ തുടക്കത്തിൽ വരുമെങ്കിലും ആഴ്ച അവസാനത്തോടു കൂടി അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാവുന്ന ഒരു കാലമായിട്ട് നമ്മൾ പറയാം. പക്ഷേ ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ സൂക്ഷിക്കുക, അതേപോലെ തന്നെ വസ്തു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സൂക്ഷിക്കുക, സാമ്പത്തികപരമായ പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക, വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇത് എല്ലാം വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടാകാവുന്ന ചെറിയ നഷ്ടങ്ങൾ അവിടെ വരുന്നതാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് അത് ഭംഗിയായി കൊണ്ടുപോകാൻ കുംഭരാശിക്കാർക്ക് സാധിക്കുന്നതാണ്. കുംഭരാശിക്കാരായ കുട്ടികൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ചോടിയും ചാടിയും അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിടെ മനസ്സിലായിട്ടുണ്ട്. ജോലിക്കാരും ശ്രദ്ധിക്കുക, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവും അവിടെ. അത് സൂക്ഷിക്കേണ്ടതാണ്. അതിൽ പൂരിട്ടാതിയിലെ ആദ്യ പാദത്തിലുള്ള ആൾക്കാരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർക്കാണ് ദേഷ്യം കൊണ്ട് ഉണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവിടെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. മീനക്കൂർ പൂരിട്ടാതി ആദ്യ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനരാശി. മീനരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ഒരു ആഴ്ചയായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ സ്ഥാപനങ്ങൾ തുറക്കാൻ സാധിക്കുകയും അല്ലെങ്കിൽ പുതിയ അസോസിയേഷൻസ് പാർട്ട്ണർമാരെ കിട്ടുകയും അതുമൂലം തൻ്റെ ബിസിനസ് നല്ലപോലെ വ്യാപിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു ആഴ്ചയായിട്ടാണ് മീനരാശിക്കാർക്ക് പറയേണ്ടത്. പക്ഷേ മീനരാശിയിലെ ഉത്രട്ടാതിയിൽ പെട്ട നക്ഷത്ര ആൾക്കാർ, മധ്യവയസ്കരായ ആൾക്കാർ, അതായത് വിവാഹം കഴിഞ്ഞുള്ള മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ സൂക്ഷിക്കുക. അവർക്ക് കുടുംബ ദാമ്പത്യ സുഖം ഇല്ലാതെ വരികയും അതുമൂലം കുടുംബത്ത് ഭാര്യ ഭർത്തൃ ബന്ധം വഷളാകുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. നല്ല കാലമാണെങ്കിലും നമുക്ക് അസ്വസ്ഥമാക്കുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അതിൽ രേവതി നക്ഷത്രക്കാർക്ക് കുറച്ച് സന്തോഷമുണ്ടാകും. അവർക്കും പറഞ്ഞ പോലെ ബന്ധങ്ങൾ വരികയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, ചെയ്തിരുന്ന പല കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, വിദേശയാത്ര ചെയ്യുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുക, എല്ലാ തരത്തിലും ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ആഴ്ച കൂടിയാണ് മീനരാശിക്കാർക്ക് ഈ ആഴ്ച.
പക്ഷേ എന്നിരുന്നാലും മീനരാശിക്കാർക്ക് അശ്രദ്ധ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർ പിന്നെയും ശ്രദ്ധിക്കേണ്ടതാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ അതുമൂലം താൻ പെട്ടെന്ന് ചാടിക്കേറിയ ഒരു തീരുമാനം ഒരാളോട് പറഞ്ഞാൽ അത് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അതുകൊണ്ട് അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ്. പലരുമായിട്ട് വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും അതുമൂലം നമുക്കൊരു മനസ്സിന് സന്തോഷം ഇല്ലാതെ വരുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും മീനരാശിക്കാർക്ക് പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമായിട്ടാണ് പറയേണ്ടത്. പൊതുവെ ഈ ആഴ്ച എല്ലാ കൂറിലുള്ള നക്ഷത്രക്കാർക്കും സമ്മിശ്രമായ ഫലമായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാവരും ഈശ്വര വിശ്വാസത്തോടെ തനിക്ക് വേണ്ടുന്ന യഥാശക്തി മനസ്സിന് ശാന്തി കിട്ടാനുള്ള കർമ്മങ്ങളും ചെയ്ത് പരിഹാരങ്ങളും ചെയ്ത് നിങ്ങളുടെ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വിശേഷമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.